കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്ക് ഗായക സംഘത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിച്ച് ദിവ്യകാരുണ്യനാഥനെ നമ്മുടെ വിവിധ ജീവിത സാഹചര്യങ്ങളിലേക്ക് വരവേറ്റുകൊണ്ട് പാടി പ്രാർത്ഥിക്കാം. ഈശോ അണയും പാവന നിമിഷമിതാ, തിരുജീവൻ പകരും നിർമ്മല നിമിഷമിതാ. നാഥന് സ്തുതി പാടിടാം, മനവീണകൾ നീട്ടിപ്പാടിടാം. നാഥന് സ്തുതി പാടിടാം, മനവീണകൾ നീട്ടിപ്പാടിടാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, സ്പിരിച്വൽ ഓഡിറ്റിംഗ് എന്നും പറഞ്ഞ് ദൈവ സന്നിധാനത്തിൽ നിന്ന് ഒരു നിരീക്ഷണം ബൈബിള് സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന് കേട്ടിട്ടില്ലേ?
അതുപോലെ ദൈവം നമ്മളെ വിലയിരുത്തുന്ന രീതികളാണ്, നമ്മുടെ വാല്യൂ, നമ്മളെ തൂക്കി നോക്കുന്ന രീതികൾ ബൈബിളിൽ ഉടനീളമുണ്ട്. അതിലൊന്നാണ് സ്പിരിച്വൽ ഓഡിറ്റിംഗ്. അതായത് ഇപ്പം നമ്മൾ ഉടമ്പടി ചെയ്തിരിക്കുന്നവരാണ്, അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നവരാണ്, അല്ല പുതുക്കിയവരാണ്. അപ്പോൾ ഉടമ്പടി ചെയ്യുമ്പോഴും പുതുക്കാൻ പോകുമ്പോഴും ഒക്കെ ദൈവം ഒരു പേഴ്സൺ ടു പേഴ്സൺ ആയിട്ടുള്ള ഒരു റിലേഷനാണ് വരണത്, അല്ലേ? അങ്ങനെ ഒരു റിലേഷൻ ലോകത്ത് ഒരിടത്തും സാധ്യമല്ലെന്നല്ല, ഇല്ല. ഇത് അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഭാഗം ആയിട്ട് 2004 അമ്മ പ്രത്യക്ഷപ്പെട്ടത്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്കിതിനെക്കുറിച്ചൊരു വല്ലാത്ത ഒരു ഇതെങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത് അറിയത്തില്ലായിരുന്നു. സത്യമില്ല, പേടി കൊണ്ടാണ് അറിയാതെ വന്നത്. ഞാൻ വല്ല മെത്രാനച്ചായ വല്ലതും ആണെങ്കിൽ പണ്ട് ആദ്യകാലം തന്നെ ഇത് പ്രൊമോട്ടായി പോയേനെ. ഞാൻ സഭയിലൊരു എളിയ ശുശ്രൂഷനായത് കാരണം അമ്മ എന്നെ വന്ന് കണ്ടതും സന്ദർശിച്ചതും സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയതും ദുരന്തമുണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞതും ഒക്കെ സഭയോട് പറയാനും പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കാനും എനിക്ക് പരിമിതികളുണ്ട്. കാര്യം എല്ലാവരും ഡൗട്ട് ചെയ്യും, എന്ത് ഉദ്ദേശത്തിൽ അവതരിപ്പിക്കുന്നു, ധനകേന്ദ്രത്തിന് ആളെ കൂട്ടാൻ വേണ്ടി അവതരിപ്പിക്കുന്നതാണോ, എന്തെങ്കിലും ഗിമിക്കാണോ? അപ്പോൾ ഒത്തിരിയേറെ മുമ്പിൽ ഒരു സംശയത്തിൻ്റെ പാത്രമായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ എത്രയോ വർഷങ്ങൾ പോയി. 2004 ഡിസംബർ 7-ാം തീയതിക്ക് ശേഷം ഇത് ഈ മാതാവിൻ്റെ ഒരു രൂപം തന്നെ ഇവിടെ ഞാൻ വെച്ചിട്ട് അന്നത്തെ വികാരി ഇവിടെ വന്നത് പ്രതിഷ്ഠിക്കാൻ പോലും ഭയപ്പെട്ടിരുന്നു. വന്നില്ല. ബിഷപ്പ് വന്ന് പിന്നെ വെഞ്ചരിച്ചു, അത് വേറെ വിഷയം. പക്ഷേ എന്നാലും അതിൻ്റെ സിറ്റുവേഷൻസ് പറയുക, അതിനുള്ള ധൈര്യം കിട്ടിയില്ല. അത് കൂടുതൽ ഇഷ്യൂസ് ഉണ്ടാക്കുമോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ മിണ്ടാതെ നടന്നു. ഞങ്ങളിവിടെ എപ്പോഴും ഞാൻ സാക്ഷ്യം പറയും. ഇവിടെ ജനങ്ങളുടെ അന്നത്തെ ഇവിടുത്തെ വലിയ ധ്യാനം മരിയൻ തപസ്സായിരുന്നു. മരിയൻ തപസ് 5 ദിവസത്തെ ധ്യാനമാണ്. 2004 ആരംഭിച്ചതാണ്. അമ്മ പ്രത്യക്ഷപ്പെട്ടത് ഒക്ടോബറിൽ ആണ് ധ്യാനമുള്ളത്. അപ്പം അന്നത്തെ ധ്യാനത്തിൻ്റെ പേര് സ്റ്റെരിഗ്മ എന്നാണ്. സ്റ്റെരിഗ്മ എന്ന് പറയുന്നത് 2003 തുടങ്ങിയ ഒരു ധ്യാനമാണ്. സ്റ്റെരിഗ്മ എന്ന് പറയുന്നത് അപ്പോസ്തല സ്ഥിരീകരണ ധ്യാനമാണ്. ആ ധ്യാനം കഴിഞ്ഞ് പുറത്തിറങ്ങി 10, 12 പേര് 20 പേർക്ക് ധ്യാനം കൊടുക്കത്തുള്ളൂ. അത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവർ അപ്പോസ്തല ശുശ്രൂഷ ചെയ്യണം. ഇന്നിപ്പം നിങ്ങൾ ചെയ്യണില്ലേ? അതിനേക്കാൾ കഠിനമായ ശുശ്രൂഷ. കർത്താവിനെ അറിയാത്തവരെ അറിയിക്കണം, അറിഞ്ഞവരെ ആഴപ്പെടുത്തണം. അപ്പോൾ ഈ ധ്യാനം കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് ആൾക്കാർ നാട്ടിലൊക്കെ എല്ലാ വീടുകളിലും പോകുമായിരുന്നു. പോയിട്ട് യേശുവിനെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു. നിങ്ങൾ പത്രം കൊടുക്കുക മാത്രമല്ല ചെയ്യുന്നുള്ളത്. പണ്ടങ്ങനെ അല്ലായിരുന്നു ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ എല്ലാ വീടുകളിലും ജാതിയും മതവും നോക്കാതെ എല്ലാ വീട്ടിലും കയറി ഇറങ്ങിയിട്ടില്ല യേശുവിനെക്കുറിച്ച് അവർ സംസാരിക്കും. അതൊരു ധൈര്യമാണ്. അത് സ്റ്റെരിഗ്മാ ധ്യാനമെന്ന് പറയും. ആ സ്റ്റെരിഗ്മാ ധ്യാനത്തിൻ്റെ അവസാനമാണ് അത് അമ്മ പ്രത്യക്ഷപ്പെടുന്നതും പിന്നീട് മരിയൻ ആ തപസ്സായി ധ്യാനം തുടങ്ങണത്. അത് 16 വരെ തുടങ്ങി. 2016 വരെ ഇവിടെ മരിയൻ തപസ് ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ആൾക്കാർ ചോദിക്കുക, വെച്ചാൽ പഴയ മരിയൻ തപസ് തുടങ്ങണില്ലേ? അപ്പോൾ എനിക്കൊരു മെസ്സേജ് ആയിട്ടില്ല. മെസ്സേജ് ആയിക്കഴിഞ്ഞാൽ തുടങ്ങും. ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ശുശ്രൂഷകൾ എല്ലാ ദിവസവും ഇത്രയും ആളുണ്ടല്ലോ. അപ്പോൾ നമുക്ക് എവിടെയാണ് ഏത് ദിവസമാണ് മരിയൻ തപസ് ഇവിടെ തുടങ്ങാൻ പറ്റുക എന്നറിയത്തില്ല. തുടങ്ങാനുള്ള സ്ഥലവും ഇല്ല. ഇപ്പം മുഴുവനും എല്ലാവരും ഉടമ്പടി ചെയ്യുന്നവരെ കൊണ്ട് നിറഞ്ഞില്ലേ. ഇനി പുതിയൊരു ധ്യാനകേന്ദ്രം നമുക്ക് തുടങ്ങുമ്പോൾ മാത്രമേ അവിടെ മരിയൻ തപസ് തുടങ്ങാൻ പറ്റത്തുള്ളൂ. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു വിഷയം ഇപ്പം നിങ്ങൾ 90 ദിവസം കൊണ്ട് തന്നെ ആത്മാർത്ഥമായി ഉടമ്പടി ഇൻവെസ്റ്റ് ചെയ്യുന്നവർ സത്യസന്ധരായ സുവിശേഷ പ്രവർത്തകരും ദൈവത്തോട് ഐക്യമുള്ളവരായിട്ട് മാറും. ചിലർ മാത്രമേ ഇങ്ങനെ അവരുടെ വിഷയത്തിൽ ഓറിയൻ്റ് ചെയ്ത് ആ വിഷയത്തിന് മൂവ്മെൻറ്റ്സ് ഉണ്ടായതിന് ശേഷം ഞങ്ങൾ ദൈവത്തിൻ്റെ വേല ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ദൈവവുമായിട്ടൊരു തട്ടുമുട്ടി നടക്കുന്നുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നുണ്ട് അവരും കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കൊള്ളും. അവരും പുതുക്കി കഴിയുമ്പോൾ അവർ ശരിയാവും. അവർക്ക് അറിയത്തില്ലല്ലോ. അവരിങ്ങനെ ഓരോരുത്തർ പറഞ്ഞതിന് ശേഷം കേട്ട് വന്ന് ഉടമ്പടിച്ചിട്ടില്ലേ.
അപ്പോൾ അതുകൊണ്ട് അവർക്ക് അതിനെക്കുറിച്ച് ഉടമ്പടിയെക്കുറിച്ച് കറക്റ്റ് അറിയത്തില്ല. കാര്യം വെച്ചാൽ ഇതൊരു പേഴ്സൺ ടു പേഴ്സൺ ബൈലാറ്ററൽ എഗ്രിമെൻ്റ് അല്ലേ. നമുക്ക് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു അവസരം കിട്ടിയിട്ടില്ലല്ലോ. ഈ 2000 വർഷം സഭ ഇങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴും ഒരു വ്യക്തിക്ക് ദൈവമെന്ന ഒരു വ്യക്തിയുമായിട്ട് പേഴ്സണലായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള, അതേസമയം തന്നെ ദൈവത്തോട് ഉടമ്പടി പ്രകാരം ജീവിക്കുകയല്ലേ. ഇന്ന് കവനൻ്റൽ ലൈഫല്ലേ. അത് നിങ്ങൾക്കറിയണമെങ്കിൽ സാക്ഷ്യത്തിൻ്റെ നിലവാരം കേൾക്കുമ്പോൾ അറിയാം. എല്ലാം ഹൈ പ്രൊഫൈലുള്ള ആൾക്കാർ വന്ന് സാക്ഷ്യം പറയുമ്പോൾ അവരെത്ര കൃത്യമായിട്ടാണ് ഉടമ്പടി പ്ലേസ്മെൻറ്റ് നടത്തുന്നതെന്ന് മനസ്സിലാകും. ചിലർ മാത്രമേ ഒരു പ്രാർത്ഥനയായിട്ടൊക്കെ അത് മാറ്റുന്നുള്ളൂ. അവർക്ക് അറിയത്തില്ല. അവർ പുതുക്കി കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും പ്രാർത്ഥനയും കൊണ്ട് മാത്രം ഇരുന്ന ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല, ഉടമ്പടി വിരിയത്തില്ലെന്നറിയാം. നിങ്ങളെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മാത്രം ചൊല്ലിക്കൊണ്ടിരുന്ന ഉടമ്പടി വിരിയത്തില്ല. കാര്യം എന്താണ്? അത് ചെയ്യുന്ന പദ്ധതിയാണ്. ഇപ്പം ചെയ്യുന്ന പദ്ധതിക്ക് പക്ഷേ അതിനുള്ള ഇന്ധനം നമുക്കുണ്ടാവണം. അതാണ് ഞാൻ സ്പിരിച്വൽ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞത്. ഞാനിവിടെ വന്നപ്പോൾ തന്നെ ഈശോ പറഞ്ഞു സ്പിരിച്വൽ ഓഡിറ്റിംഗ്. അപ്പോൾ അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. സോഷ്യൽ ഓഡിറ്റിംഗ് എനിക്കറിയാം. അപ്പോഴേ എൻ്റെ മനസ്സിൽ വന്നത്, നിങ്ങളെ എനിക്കറിയാം, നിങ്ങളിൽ ദൈവസ്നേഹമില്ല. അതാണ് നിങ്ങളെക്കുറിച്ച് കിട്ടിയ ഫസ്റ്റ് മെസ്സേജ്. ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ. കർത്താവായ ദൈവമേ, എന്നിൽ ദൈവസ്നേഹം നിറയാൻ എന്നെ അഭിഷേകം ചെയ്യണം. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അമ്മയിലുണ്ടായിരുന്ന അതേ ദൈവസ്നേഹത്താൽ എന്നെ അഭിഷേകം ചെയ്യണം. ശ്രുതികട ഹല്ലേലൂയ, 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 യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു കാണുന്നു ഞാൻ. വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ, കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ, വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിനാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാൻ യേശുവുണ്ട്. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാൻ യേശുവിന്റെ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു.
ഹല്ലേലൂയ 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 ലഭിക്കാത്തവര്, മക്കളില്ലാത്തവര്, വിവാഹം വരാത്തവര്, സാമ്പത്തിക നഷ്ടമുള്ളവര്, ജപ്തി നടപടി നേരിടുന്നവര് യേശുവിന്റെ നാമത്തില് യേശുവിന്റെ നാമത്തില് യേശുവിന്റെ നാമത്തില് അനുഗ്രഹം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ തകർന്ന വ്യാപാരങ്ങള്, തകർന്ന വ്യവസായങ്ങള്, വരുമാന മാർഗങ്ങള്, കൃഷിയിടങ്ങള്, മത്സ്യത്തൊഴിലാളി മേഖലകള് അനുഗ്രഹം പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തില് യേശുവിന്റെ നാമത്തില്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഗർഭിണികള്, മക്കളില്ലാത്തവര്, ഗർഭത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവര് യേശുവിന്റെ നാമത്തില് സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. തകർന്നവര്, അതിൽ തർക്കമുള്ളവര്, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ
പ്രാർത്ഥിച്ച വിഷയങ്ങളിലെല്ലാം അമ്മയുടെ കയ്യൊപ്പുണ്ടായി അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഞങ്ങൾ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യ